അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സല്ലി അലന്നൂരി വഅഹ്ലി. പ്രിയപ്പെട്ട മക്കളെ, വളരെ മനോഹരമായി നമ്മുടെ 5-ാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ 4 ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. മക്കൾ എത്രത്തോളം അത് ഉൾക്കൊണ്ട് അതിനനുസരിച്ച് ഫോളോ അപ്പ് നടത്തുമെന്നത് എനിക്കറിയൂല. പക്ഷേ ഒരാൾക്ക് ഡെവലപ്മെന്റ്, പുരോഗതി പഠന വിഷയങ്ങളിൽ വരണമെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞത് വളരെ പ്രധാനമാണ്. അങ്ങനെയൊക്കെ പ്ലാൻ വരച്ച് മുന്നോട്ട് പോയാൽ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ഗോൾ അച്ചീവ് ചെയ്യാൻ, പ്രത്യേകിച്ച് പഠന വിഷയങ്ങളിൽ പുരോഗതി കൈവരിക്കാൻ കഴിയും. കഴിഞ്ഞതായിട്ട് അൽഹംദുലില്ലാഹ് തെളിയിക്കപ്പെട്ട വിഷയങ്ങളാണ്. അൽഹംദുലില്ലാഹ്. ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് അവസാന ദിവസമാണ് നമ്മുടെ യാ ബുനയ്യ പ്രോഗ്രാമിന്റെ. ഇതുവരെയുള്ള ദിവസങ്ങളിലൊക്കെ നിങ്ങൾ കേട്ടതൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും പഠന മേഖലകളിലേക്കൊക്കെ എത്തിക്കാനും ടച്ച് ചെയ്യാനും നിങ്ങൾ ശ്രമിക്കണം. അപ്പോഴാണ് നമ്മുടെ ഈ പ്രോഗ്രാം ഒരു നാഫിആയ, ഉപകാരമുള്ള പ്രോഗ്രാമായി മാറുക ഇൻഷാ അല്ലാഹ്. ഇന്ന് നമ്മൾ പറയുന്നത് ബ്രൈറ്റ് ആൻഡ് ബിലീവ് എന്നുള്ള ഒരു രസകരമായ വിഷയമാണ്. ബ്രൈറ്റ് ആൻഡ് ബിലീവ്. നമുക്ക് നമ്മൾ തന്നെ ഉള്ളൂ മക്കളെ. നിങ്ങൾ ഉഷാറായി പഠിച്ചു, നിങ്ങൾ ഉഷാറായി കളിച്ചു, നിങ്ങൾ ഉഷാറായി ഭക്ഷണമൊക്കെ കഴിച്ചു, മക്കളെ നിങ്ങൾ ഉഷാറായി വെള്ളമൊക്കെ കുടിച്ചു ആരോഗ്യമുള്ളവരൊക്കെ ആയാൽ അതിന്റെ റിസൾട്ടുകളൊക്കെയും അനുഭവിക്കാൻ കഴിയുന്നത് മക്കൾക്ക് തന്നെയാണ്. നിങ്ങൾ പച്ചക്കറിയൊന്നും കഴിക്കൂല, ഉദാഹരണം. പാലും മുട്ടയൊന്നും തിന്നൂല, വേറൊരു ഉദാഹരണം. വെള്ളമൊന്നും കുടിക്കൂല, എന്താവും? സ്വാഭാവികമായിട്ടും ശരീരം ടയേർഡാവും. കാൽസ്യം ഇല്ല, അലർജിയാണ്, അതാണ് ഇതാണ് എന്നൊക്കെ ഡോക്ടേഴ്സ് പറയും. അപ്പൊ നഷ്ടം ആർക്കാ? നമുക്ക് തന്നെയാണ്. നമ്മുടെ ആരോഗ്യമാണ് നഷ്ടപ്പെടുന്നത്. എന്നതുപോലെ നിങ്ങൾ പഠിക്കാനൊന്നും ശ്രമിക്കുന്നില്ല എങ്കിൽ, ഞാൻ പാട്ടൊന്നും പാടൂല, ഞാൻ പ്രസംഗമൊന്നും പറയൂല, ഞാൻ ആളെ മുമ്പിൽ നിൽക്കൂല, എനിക്ക് പേടിയാണ്, ഞാൻ ഒന്നിനുമില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കലാണെങ്കിൽ നഷ്ടം മുഴുവനും ആർക്കാണ്? നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങളെ കളിയാക്കാനൊന്നും ഇവിടെ ആരുമില്ല, മനസ്സിലാക്കണം. നിങ്ങൾ ഉഷാറായിട്ടൊന്ന് പഠിച്ചു നോക്ക്. നിങ്ങൾ ഉഷാറായിട്ട് ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ തയ്യാറായി നോക്ക്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനേ ഇവിടെ ആൾക്കാരുള്ളൂ. ആരും എപ്പോഴും എന്തോ ഒന്ന് പറഞ്ഞതിന്റെ പേരിലൊക്കെ ബാക്കോട്ട് അടിക്കുന്ന ഒരു സ്വഭാവം പൊതുവേ നമ്മുടെ മക്കൾക്കുണ്ട്. അങ്ങനെ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ ഇത് നിങ്ങൾക്കൊരു തിരിച്ചറിവിനുള്ള വീഡിയോ ആയി മാറണം. അതാണ് നമ്മൾ ബ്രൈറ്റ് ആൻഡ് ബിലീവ് എന്നുള്ള ടോപ്പിക് കൊണ്ട് ഉദ്ദേശിച്ചത്. ഇൻഷാ അല്ലാഹ്. നമുക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടല്ലേ? സ്വയം ചോദിക്കാം, നിങ്ങൾക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടല്ലേ? ഉറപ്പായിട്ടും ആണ് എന്ന് തന്നെയാണ് ഉത്തരം. ഉദാഹരണം എടുക്കാം. ഒരു ഫാമിലി ഫോട്ടോ നമ്മൾ എടുത്തു. ഫാമിലി ആയിട്ട് നമ്മളൊരു സെൽഫി എടുത്താൽ ഫസ്റ്റ് ആ ഫോട്ടോയിൽ നമ്മൾ കിട്ടിയാൽ ആദ്യം നോക്കുന്നത് ആരെയായിരിക്കും? നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയായിരിക്കോ? ആയിരിക്കോ? ഒരിക്കലല്ല. മിക്കവാറും എന്നല്ല, ഏതൊക്കെ ട്രെയിനിങ് ക്ലാസ്സുകളിൽ ഏതൊക്കെ സന്ദർഭത്തിൽ ചോദിക്കാൻ പറ്റിയോ ആ സമയത്തൊക്കെയും തന്ന എല്ലാവരുടെയും മറുപടി സ്വന്തം നമ്മളെ ഫോട്ടോ നോക്കൂ. ഞാൻ മുഞ്ചുണ്ടോ, ഞാൻ ഗ്ലാമർ ഉണ്ടോ എന്ന് നോക്കൂ. എന്നിട്ട് നമ്മൾ അടുത്തുള്ള നമ്മളെ ചങ്ങാതിയോ അല്ലെങ്കിൽ ഉമ്മയോ ആരാവട്ടെ അവരെ നമ്മൾ നോക്കുള്ളൂ. അപ്പൊ നമുക്ക് ഏറ്റവും പ്രയോറിറ്റി, നമുക്ക് ഏറ്റവും ഇഷ്ടം നമ്മളെ തന്നെയാണ്. നമ്മൾ കൊളായാൽ ഫോട്ടോയിൽ ഞാൻ കണ്ണ് ചിമ്മിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ആ ഫോട്ടോ മാറ്റി, അത് ഞാൻ കണ്ണ് പൂട്ടിപ്പോയിന്ന് പറയും. ബാക്കി എല്ലാവരും ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഓക്കെ ആണെങ്കിൽ നമ്മൾ പറയും അതൊന്ന് മാറ്റിയെടുക്കും, ഞാൻ കണ്ണ് പൂട്ടിപ്പോയിന്, അല്ലെങ്കിൽ ഞാൻ ചിരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പറയാറില്ല? നമ്മൾ പറയാറുണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും ഇഷ്ടം നമ്മളെ തന്നെയാണ്, ഉറപ്പാണ്. അപ്പൊ അതേ നമ്മൾ പരീക്ഷക്കൊക്കെ മാർക്ക് വാങ്ങാതെ തോറ്റാല് ആർക്കാ നാണക്കേട്? നമുക്ക് തന്നെയല്ലേ. ആ കുട്ടി ഒന്നും പഠിക്കൂല, ആ കുട്ടി ഭയങ്കര കുരുത്തക്കേടാ, അല്ലെങ്കിൽ ആ കുട്ടി വളരെ മോശമാണ്, അല്ലെങ്കിൽ ഉമ്മ പറയാം നീ എന്താ ഇങ്ങനെ, ചീത്ത പറയണം മക്കളെ, ഉദാഹരണം. അപ്പൊ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ മോശം പറയുന്ന ആളാണ് നമ്മളെന്ന് പറയുമ്പോൾ സത്യത്തിൽ നമുക്കത് മോശമല്ലേ? നമുക്കൊരു വിഷമല്ലേ? ഏതുപോലെ ഫോട്ടോയിൽ ഞാൻ കണ്ണു പൂട്ടിപ്പോയ ബോറാവുന്നത് പോലെ എല്ലാരും നിങ്ങളെ മോശാണ്, പഠിക്കലില്ല, ഈ കുട്ടി എന്താ ഇങ്ങനെ, നല്ല കഴിവുണ്ട്, ഉപയോഗപ്പെടുത്തുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ സത്യത്തിൽ അത് നമുക്ക് മോശം തന്നെയല്ലേ? ഈ ഫോട്ടോനേക്കാളും മോശമല്ലേ ഒരുപാട് ആൾക്കാർ നമ്മൾ മോശം പറയുമ്പോൾ? സുബഹൊക്കെ കളാക്കുന്ന കുട്ടിയാണ്, ഉദാഹരണം. സുബഹ നിസ്കാരമൊക്കെ കളാക്കുന്ന കുട്ടിയാണെന്നൊക്കെ ഉസ്താദ് എപ്പോഴും നിന്നെ ചൂണ്ടി പറയുന്നുണ്ടെങ്കിൽ, ഉസ്താദ് ഒന്നും പറയണ്ട, സുബഹ നിസ്കാരമൊക്കെ കളാവാറുണ്ടെങ്കിൽ കുഞ്ഞു പ്രായത്തിലേ നമ്മൾ സൂക്ഷിച്ചു വരേണ്ട കുറച്ചു മാനേഴ്സ് ഉണ്ട്. അത് നഷ്ടപ്പെട്ടാൽ നമുക്ക് പലതും നഷ്ടപ്പെടും. പഠനത്തിലും മാർക്ക് വാങ്ങുന്നതിലും മാത്രം നല്ല കാര്യം അത് വേണം.
അത് വേണം. കുട്ടികളാവുമ്പോൾ പഠിക്കണം, വളരെ ഉഷാറായിട്ട് പഠിക്കണം. അതോടൊപ്പം ഈ പറഞ്ഞ കാര്യങ്ങളും വേണ്ടേ? വേണം. അപ്പോഴേ നമ്മൾ പെർഫെക്റ്റ് ആവുകയുള്ളൂ. മക്കൾക്കൊക്കെയുള്ള പൊതുവേറുള്ള സ്വഭാവം പരീക്ഷയൊക്കെ ഉഷാറായിട്ട് പഠിക്കും, പക്ഷെ അള്ളഹാനോടൊക്കെ ചോദിക്കൽ കുറവായിരിക്കും. കുഞ്ഞുമക്കളെ ചോദിക്കണം, അള്ളഹാനോട് വൃത്തിയിൽ ചോദിക്കണം. അള്ളാഹുവേ, നാളെ എനിക്ക് അഖലാഖിന്റെ പരീക്ഷയാണ്. അള്ളാഹ്ക്ക് അറിയാത്തോണ്ടൊന്നല്ല, പക്ഷെ നമ്മൾ ചോദിച്ച് പഠിക്കണം. ഈ കുഞ്ഞു പ്രായത്തിലെ ചോദിച്ച് പഠിക്കണം. നിങ്ങൾക്ക് വേണ്ടത് ചോദിച്ച് അള്ളാഹു തരുമ്പോ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, ഒരു സന്തോഷമുണ്ട്. എന്റെ റബ്ബ് എനിക്ക് തന്നു. അപ്പൊ നമ്മൾ വലുതാവുന്നതിനകത്ത് അങ്ങനെ ചോദിച്ച് ശീലമാക്കി മാറ്റും. ശീലങ്ങൾ, നല്ല ശീലങ്ങൾ എൻ്റെ മക്കള് ജീവിതത്തിൽ കൊണ്ടുവരണം. അതിലൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കുഞ്ഞുമക്കൾ ചോദിക്കണം. ഓരോ എക്സാമിന്റെ തലേന്നും വൃത്തിയിൽ നിസ്കരിച്ച് ചോദിക്കണം, ഞാൻ പഠിച്ചതൊക്കെ തന്നെ വരണേ അള്ളാ എന്നൊക്കെ വൃത്തിയിൽ ചോദിക്കുക. അതും നമ്മുടെ പരീക്ഷക്കും ജീവിതത്തിനും വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും കാര്യവുമാണ്. ഓക്കെ, ആ ഒരു കാര്യമാണ് ഒന്ന് പറയാനുള്ളത്. രണ്ടാമത് ഒരു കാറ് നിങ്ങളാണ് ഡ്രൈവ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഒരു കാറ് നിങ്ങളാണ് ഓടിക്കുന്നത്, അതിന്റെ സ്റ്റയറിങ് നിങ്ങളുടെ കയ്യിലാണ്. വലത്തോട്ടേക്ക് പോകണോ ഇടത്തോട്ടേക്ക് പോകണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? ഡ്രൈവറാണ്. വണ്ടിയിലുള്ള എല്ലാവരും പറഞ്ഞു കാർ ഇടത്തോട്ടേക്ക് പോവട്ടെ. ഇവൻ വലത്തോട്ടേക്ക് തിരിച്ചാൽ വണ്ടി എങ്ങോട്ടാ പോവുക? എല്ലാരും പറഞ്ഞ ഭാഗത്തേക്കാണോ പോവുക? അതല്ല, ഇവൻ വലത്തോട്ടേക്ക് തിരിച്ച ഭാഗത്തേക്കാണോ പോവുക? വലത്തോട്ടേക്ക് തിരിച്ച ഭാഗത്തേക്കാണ് പോവുക. എന്തുകൊണ്ട്? സ്റ്റയറിങ് നമ്മുടെ കയ്യിലാണ്. ജീവിതവും പഠനവും വളരുന്നതൊക്കെ അങ്ങനെയാണ്. എല്ലാരും പറയുന്നത് നോക്കിയിട്ടൊന്നും നിങ്ങൾ നിൽക്കണ്ട. കുഞ്ഞുമക്കളോടാ പറയണത്. ഇവനിക്ക് ലിസാൻ തിരിയില്ല, ഇവനിക്ക് പഠിക്കാൻ കഴിയില്ല എന്നൊക്കെ എന്റെ ചങ്ങായിമാരോ ആരെങ്കിലും പറയുന്നുണ്ടാവും. ഇത് നീ കേൾക്കേ വേണ്ട. നിന്റെ വണ്ടിയുടെ സ്റ്റയറിംഗ് നിന്റെ കയ്യിലാണ്. നീ നല്ലോണം പഠിച്ചാൽ 50-ൽ 50, നീ ഒരു ദിവസം പഠിക്കാതിരുന്നാൽ 50-ൽ 49. ഇങ്ങനെയാണ് ഉണ്ടാവുക. തിരിഞ്ഞോ? അപ്പൊ നമ്മളാണ് നമ്മൾ എവിടെ എത്തണം, നമ്മൾ എവിടെ എത്തണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഓക്കെ, ഈ യാബുനയ്യ എന്നുള്ളൊരു പ്രോഗ്രാം നമ്മളിങ്ങനെ നടത്തിയത് കൊണ്ടാണ് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി പറ്റിയത്. വിചാരിക്കണത് അരമണിക്കൂറാണെങ്കിൽ ഇങ്ങനെ ഇരിക്കണ്ടേ, കുറച്ചെന്തെങ്കിലും പോയിന്റ്സ് ഒക്കെ നോക്കണ്ടേ, മടിയാവുന്നത് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പ്ലേ ബട്ടൺ അമർത്തിയിട്ടില്ലെങ്കിൽ ഇത് റെക്കോർഡ് ചെയ്യപ്പെടൂല. ഇത് റെക്കോർഡ് ചെയ്യപ്പെട്ടത് കൊണ്ട് എന്റെ മക്കളിലേക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷൻ, എന്തെങ്കിലും ഒരു പണി ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ. കയ്യും കെട്ടിയിരുന്നിട്ട് എങ്ങനെ വിചാരിച്ചൊന്നും നടക്കൂല എന്നർത്ഥം. അപ്പൊ മാറ്റണം നമ്മളെ കുറച്ച് ചിന്തകളൊക്കെ മാറ്റാൻ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ നിങ്ങൾ കേൾക്കണം, വായിക്കണം, പഠിക്കണം, അതിനനുസരിച്ച് പ്രവർത്തിക്കണം. ഇതാണ് ഒന്നാമതായിട്ട് ഈ വിഷയത്തിൽ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. വിശാലമായിട്ട് ഒരുപാട് പറയാനുണ്ട്, പക്ഷെ നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. ഓക്കെ, അപ്പൊ മക്കളോട് പറയാനുള്ളത്, പരീക്ഷ ആ സമയത്തിന് തീരും. പരീക്ഷ എന്തായാലും ഒരാഴ്ച കഴിഞ്ഞിട്ട് തീരും. പിന്നെയും നിങ്ങള് അവിടെ തന്നെ ഉണ്ട്. പിന്നെ ഒരു എക്സാം വരുന്നത് വരെ കാത്തു നിൽക്കേണ്ടതില്ല പഠിക്കാൻ. അന്നന്ന് എടുക്കുന്നത് രസകരമായിട്ട് അന്നന്ന് പഠിക്കുക വെച്ച് ഫുള്ള് ബൈഹാട്ടാക്കാമെന്നല്ല. അത് എക്സാമിന്റെ അടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി രസകരമായിട്ട് അതിനെ ഉൾക്കൊള്ളാനുള്ള മനസ്സ് ഓരോ ദിവസങ്ങളിലും ഉണ്ടാക്കാൻ കുറച്ചു നേരം. എല്ലാ ദിവസവും നമുക്ക് എല്ലാ വിഷയങ്ങളും പഠിക്കാനൊന്നും പറ്റില്ല, അങ്ങനെ പഠിക്കുകയും വേണ്ട. നിങ്ങൾ കളിച്ച് നടക്കേണ്ട പ്രായം കൂടിയാണിത്. പക്ഷെ ചില വിഷയങ്ങളെങ്കിലും, ചില കാര്യങ്ങളെങ്കിലും ചില നേരങ്ങളിൽ നിങ്ങൾ വളരെ ഫോക്കസ് ചെയ്യണം. വെറും എക്സാമിന്റെ സമയത്ത് മാത്രമാവുമ്പോഴും കൂടിയാണ് നിങ്ങൾ പഠനത്തിൽ പിന്നോട്ടാവണത്. നിങ്ങളൊക്കെ വളർന്ന് വളരെ ഉഷാറാവണം, നമ്മുടെ ഉമ്മത്തിനൊക്കെ വലിയ പ്രചോദനമുള്ളവരാവണം എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ഒക്കെ വെക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇനിയും ഇത്തരത്തിലുള്ള ഒരുപാട് ക്യാമ്പുകളും മക്കളുടെ പുരോഗതിക്ക് ആവശ്യമായത് ഭൗതികം വേണം, മതവും വേണം. മതഭൗതികം, ദുന്യാവും വേണം, ആഖിറവും വേണം. ആ രീതിയിലുള്ള ഒരുപാട് പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ്. അപ്പൊ മക്കളോട് പറയാനുള്ളത്, നിങ്ങൾ കുഞ്ഞു മക്കളാണ്. നിങ്ങൾക്ക് ഉമ്മയെയും ഉപ്പയെയും ഒക്കെ വളരെ സത്യസന്ധമായിട്ട് നിങ്ങൾ വിശ്വസിക്കുക. അവരൊക്കെ പറയുന്നത് നിങ്ങളുടെ നന്മക്കാണ് എന്ന് കൂടി നിങ്ങൾ ഉൾക്കൊള്ളുക. നമുക്ക് ഇപ്പൊ തിരിയൂല, എന്തിനാ എന്നോട് എന്നിങ്ങനെ പറയുന്നത് നമുക്ക് തോന്നും, പക്ഷെ അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ചില കാര്യങ്ങളൊക്കെ അവർ പറയുന്നത് നിങ്ങളുടെ വലിയ വിജയത്തിന് വേണ്ടിയാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാം. നിങ്ങൾ അത്രക്ക് ഇഷ്ടമായോണ്ടാണ് അവർ പറയുന്നുണ്ടാവുക. ഓക്കെ, അപ്പുറത്തെ വീട്ടിലെ കുട്ടി കൂടുതൽ കുരുത്തക്കേട് കളിക്കുമ്പോൾ നിങ്ങൾ ഉമ്മ ഓനോട് ചൂടാവാറുണ്ടോ? ഇല്ലല്ലോ, നിങ്ങളോടെ ചൂടാവുന്നുള്ളൂ. അതെന്താ? നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്. ഒക്കെ മക്കൾ മനസ്സിലാക്കുന്നുണ്ടാവും. എങ്കിൽ പോലും ആ ഒരു ഡെപ്ത്, ആ ഒരു ആഴത്തിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. അത് പറഞ്ഞു വരുന്നത്, നമ്മളാണ് നമ്മളെ എവിടെ എത്തിക്കണമെന്നും എങ്ങനെ ആവണമെന്നൊക്കെ തീരുമാനിക്കുന്നത്. ഒപ്പം റബ്ബിന്റെ ഖലാ, റബ്ബിന്റെ പ്രാർത്ഥന, റബ്ബിനോടുള്ള പ്രാർത്ഥന, അതൊക്കെയാണ് നമുക്ക് വേണ്ടത്.
നിങ്ങൾക്ക് അള്ളാഹു തന്ന ഏറ്റവും വലിയ തൗഫീഖാണ് നിങ്ങളുടെ ഇപ്പോൾ ഉള്ള പ്രിയപ്പെട്ട ഉമ്മയും ബാപ്പയും എന്നൊക്കെ പറയുന്നത്. കാരണം ഈ വീഡിയോസ് ഒക്കെ കേൾപ്പിക്കാനും കാണിച്ചു തരാൻ ഇത് കേട്ടാൽ നിനക്ക് ഉപകാരം ഉണ്ടാവുമെന്ന് പറഞ്ഞ് നിങ്ങളുടെ മുന്നിലേക്ക് ഫോൺ നീട്ടി തന്നില്ലേ. പൊതുവെ ഉമ്മയൊക്കെ പറയാറുണ്ടാ, ഫോൺ അട വെക്ക് എന്നല്ലേ, അല്ലേ? അതെ. പക്ഷെ ഇത് നിങ്ങൾ കേട്ടാൽ നിങ്ങളുടെ ചിന്തകളിൽ, നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ മാറ്റം ഉണ്ടാവുമെന്ന് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ഉമ്മമാര് തന്നതാണ്. അപ്പൊ കഴിയുമെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം പ്രിയപ്പെട്ട മക്കളൊക്കെ ഉമ്മാക്ക് പോയിട്ട് ഹഗ്ഗൊക്കെ ചെയ്ത് അസ്സലാമു അലൈക്കും, ഞാൻ നല്ല കുട്ടി ആവട്ടോ എന്നൊക്കെ നിങ്ങൾ പറയും. അങ്ങനെ മാറ്റങ്ങൾ സൃഷ്ടിക്കും. നമ്മളാണ് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ, നമ്മളെ കൊണ്ടേ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ. പഠിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഉസ്താദ് പറഞ്ഞു. എക്സാമിന്റെ സമയത്തൊക്കെ വളരെ ശാന്തമായിട്ടും വളരെ കൂളായിട്ടും മഹാന്മാരുടെ മേലിലൊക്കെ ഫാത്തിഹ ഓതിയിട്ടൊക്കെ നിങ്ങൾക്ക് എക്സാമിന് പ്രിപ്പയർ ആവാം, എക്സാം എഴുതാം. ഇൻഷാ അല്ലാഹ് നല്ല റിസൾട്ടുകൾ ഉണ്ടാവട്ടെ. ഒരു വിഷയം തുറക്കുക, വളരെ മനോഹരമായിട്ട് അതിനുള്ള ചോദ്യോത്തരങ്ങൾ, പാഠഭാഗങ്ങൾ എന്തൊക്കെ പറഞ്ഞതൊക്കെ കണ്ണൊക്കെ പൂട്ടിയിട്ട് ഇങ്ങനെ മനസ്സിലാക്കി പഠിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കട്ടെ. 5 ദിവസത്തോളം നിങ്ങൾ നമ്മുടെ ക്ലാസ്സുകളും വീഡിയോ ഒക്കെ കണ്ടതിന് വലിയ സന്തോഷമുണ്ട്. ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തണം, അപ്പം മാറ്റം ഉണ്ടാവും. അങ്ങനെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ സ്വകാര്യ പ്രാർത്ഥനകളിലൊക്കെ അല്ലാഹു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഉസ്താദ് പറഞ്ഞതിന് എന്നൊക്കെ ഉള്ളൊരു ഓർമ്മ നിങ്ങളിൽ ഉണ്ടാവട്ടെ. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് എവിടെയെങ്കിലും വെച്ച് ക്ലാസ്സുകളിലൂടെയൊക്കെ കണ്ടുമുട്ടാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.